എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണ്. നിരവധി കോമഡി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള താരമായ കുഞ്ചന്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ചലച്ചിത്ര താരത്തിന്റെ വീട് വരുന്നത് പനമ്പള്ളി നഗറിലാണ്. 600-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ട കുഞ്ചൻ അധികവും ഹാസ്യ റോളുകൾ ആണ് അഭിനയിച്ചിട്ടുള്ളത്. 1969 പുറത്തിറങ്ങിയ മനവി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. പിന്നീട് 1970 റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തും ഇദ്ദേഹം എത്തി. തമിഴ് ചിത്രമായ മനവിയിലൂടെയാണ് സിനിമ അഭിനയ മേഖലയിലേക്ക് എത്തിയതെങ്കിലും പിന്നീട് ആ ചിത്രം റിലീസായില്ല. തുടർന്ന് റെസ്റ്റ് ഹൗസ് എന്ന മലയാള ചിത്രമാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്ത ചിത്രം. 1990-കളിൽ കുഞ്ചൻ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ നിരവധി താരങ്ങളുടെ കൂടെ മികച്ച ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1990-ൽ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത എ ഓട്ടോ എന്ന സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ കുഞ്ചൻ അവതരിപ്പിക്കുകയുണ്ടായി. ഈ സിനിമ വൻ ഹിറ്റ് തന്നെ ആയിരുന്നു. പിന്നീട് TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ കോമഡി ചിത്രമായ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു കഥാപാത്രത്തെയും കുഞ്ചൻ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ചിത്രം വൻ ഹിറ്റ് തന്നെ ആയിരുന്നു. പിൽക്കാലത്ത് ജോഷിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ത്രില്ലർ ചിത്രമായ ലേലം എന്ന ചിത്രത്തിൽ കൈമൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വലിയൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ കാണുന്നതാണ് കുഞ്ചൻ എന്ന് പറഞ്ഞ നടൻ്റെ പനമ്പള്ളി നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മാത്രം അണിയിച്ചൊരുക്കിയിട്ടുള്ള സംവിധാനമായിട്ടുള്ള ജോഷിയുടെ നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാനും കുഞ്ചൻ എന്ന ഈ ഒരു നടന് സാധിച്ചിട്ടുണ്ട്. ജയന്റെ കാലഘട്ടം മുതൽ ഇപ്പോഴും മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് കുഞ്ചൻ.